പ്രേംലാൽ, ഈ കാശ്മീർ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടിൽ ചെറിയൊരു അയവ് വന്നതുപോലെ ഒരു തോന്നൽ. അതിനെതിരെ പാകിസ്ഥാൻ കഠിനമായിട്ട് പ്രതികരിച്ചതായിട്ട് വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാശ്മീർ വിഷയത്തിൽ ശരിക്കും ഇപ്പോൾ ഉഭയകക്ഷി ഇങ്ങനെ ചർച്ചകളൊന്നും രാജ്യാന്തര തലത്തിൽ നടക്കില്ല, തന്ത്രപരമായ ചർച്ചകളൊന്നും നടക്കുന്നില്ലേ? അത് ശരിക്കും പാകിസ്ഥാന്റെ തോൽവിയാണോ, ഇങ്ങനെ ഒരു അമേരിക്കൻ പ്രതിനിധി ഇങ്ങനെ സംസാരിക്കുമ്പോൾ? ചേട്ടൻ പറഞ്ഞതൊരു പെശകുണ്ട്. അമേരിക്കയുടെ നിലപാടിൽ മാറി എന്നുള്ളതല്ല. അമേരിക്ക പഴയ നിലപാട് അതൊക്കെ തന്നെയായിരുന്നു. പാകിസ്ഥാന്റെ ഈ ഒരു അതായത് കാശ്മീർ ഞങ്ങളുടേതാണ് എന്ന പാകിസ്ഥാന്റെ വാദത്തെ അതേപടി അംഗീകരിക്കുന്ന നിലപാടൊന്നും ആയിരുന്നില്ല അമേരിക്ക. സെർജിയോ ഗോർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നതിൽ ചെറിയ മാറ്റമില്ലേ? ചെറിയ മാറ്റം. അത് ഏറ്റവും വലിയ ആ മാറ്റം എന്നതിനപ്പുറം ആ പറഞ്ഞ സമയമാണ് പ്രധാനം. കാരണം പാക് അധീന കാശ്മീരിൽ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുക, പാകിസ്ഥാൻ സർക്കാരിനെ പച്ചയ്ക്ക് തെറി വിളിച്ചുകൊണ്ടിരിക്കുക. അതേസമയം പാകിസ്ഥാൻ എന്താ ആവശ്യപ്പെടുന്നത്? ഈ പാക് അധീന കാശ്മീർ കൂടാതെ ഇന്ത്യയുടെ കസ്റ്റഡിയിലുള്ള ജമ്മു കാശ്മീർ കൂടി ഞങ്ങൾക്ക് വേണമെന്നുള്ളത്. അപ്പൊ അതേ സമയത്ത് അമേരിക്ക, അത് ഈ സെർജിയോ ഗോർ എന്ന് പറയുന്ന ആൾക്ക് പ്രാധാന്യമുണ്ട്. അയാള് വെറും അമേരിക്കൻ അംബാസിഡർ എന്നതിനപ്പുറം ഈ ദക്ഷിണേഷ്യയിലെ മുഴുവൻ അമേരിക്കയുടെ ദൂതൻ കൂടിയാണ്. കൂടാതെ ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തെ ഇന്ത്യയിലോട്ട് തന്റെ സുഹൃത്തായ മോദിയുടെ രാജ്യത്തിലേക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനെയാണ് ഞാൻ വിടുന്നത് എന്ന് പറഞ്ഞ ആളാണ് ട്രംപ്. ഇതേ ട്രംപിന്റെ പ്രത്യേക അതിഥിയായിരുന്നു പാകിസ്ഥാന്റെ സൈനിക മേധാവിയും അവിടുത്തെ പ്രധാനമന്ത്രിയും. ഇപ്പൊ പാകിസ്ഥാൻ കരുതിയത് എന്താ? അമേരിക്ക അതേ ഞങ്ങളുടെ കൂടെയാണ്, എല്ലാം പറഞ്ഞ് സെറ്റ്. ഇനിയിപ്പോ കാശ്മീരിന്റെ കാര്യത്തിൽ അടക്കം അമേരിക്കയുടെ പിന്തുണ കിട്ടും എന്ന് അവർ വെറുതെ വ്യാമോഹിച്ചിട്ടുണ്ടാകാം. അപ്പോഴാണ് അമേരിക്ക അവരുടെ നേരത്തെ തന്നെയുള്ള നിലപാട് ആവർത്തിക്കുന്ന. ഒരു പക്ഷേ നേരത്തെ അവരെടുത്തിരുന്നത് ഇതൊരു തർക്കപ്രദേശമാണ് എന്നുള്ളതായിരിക്കണം. തർക്കപ്രദേശമാണ്, ആ കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നില്ല, നിങ്ങൾ തന്നെ സംസാരിച്ചു. അല്ല, അങ്ങനെയല്ല, ഇടപെടുന്നില്ലെന്നല്ല. അമേരിക്ക കോലിട്ടിളക്കാൻ നോക്കിയിരുന്നു. പ്രത്യേകിച്ച് ട്രംപ് ആദ്യം അധികാരത്തിൽ അതിനെ ഇന്ത്യ എതിർത്തു. നമ്മൾ സംസാരിച്ച് ഞാൻ വേണമെങ്കിൽ മധ്യസ്ഥനായിക്കോളാം, അത് വേണ്ടാന്ന് പറഞ്ഞു. മൂന്നാമതൊരാൾ ഇടപെടണ്ടെന്ന് അത് വേണ്ടാന്ന് പറഞ്ഞു. ഏതായാലും അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ തന്നെ, പാക് അധീന കാശ്മീർ ഉണ്ടല്ലോ, ഇപ്പൊ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ് എന്ന് പറയും, ആ പ്രദേശത്തെ പോലും ഒരു തർക്ക പ്രദേശം എന്നാണ് അടയാളപ്പെടുത്തുന്നത്. അതുപോലും പാകിസ്ഥാന് പാകിസ്ഥാന്റെ ഭരണഘടനയിൽ പോലും പാക് അധീന കാശ്മീരിനെ കുറിച്ച് പരാമർശമില്ല. ആസാദ് കാശ്മീർ എന്നവർ പറയുന്നെങ്കിലും അത് പാകിസ്ഥാൻ ഭരണഘടനയുടെ കീഴിലുള്ള ഒരു പ്രദേശമല്ല. അവരുടെ നിയന്ത്രണത്തിൽ, അവരുടെ ഭരണത്തിലൊക്കെ തന്നെയാണ്. പക്ഷെ അവരിപ്പോ ആവശ്യപ്പെടുന്നത് ഈ നമ്മുടെ ഇന്ത്യയുടെ കസ്റ്റഡിയിലുള്ള ജമ്മു കാശ്മീർ അവർക്ക് വേണം. ഏതായാലും ഈ സെർജിയോ ഗോർ, ഈ അമേരിക്കൻ പ്രതിനിധിയായ സെർജിയോ ഗോർ കാശ്മീർ സന്ദർശിച്ച സാഹചര്യം നോക്കണം. മുൻപ് കാശ്മീരിനെ കുറിച്ചുള്ള ഒരു ചിത്രം എന്തായിരുന്നു? നിരന്തര ഭീകരാക്രമണം, അവിടെ ജീവനും സുരക്ഷയില്ല. അമേരിക്ക അവരുടെ പൗരന്മാർക്ക് ട്രാവൽ അഡ്വൈസറി കൊടുത്തിരുന്ന ഒരു സ്ഥലമാണ്. അങ്ങോട്ടൊരു കാരണവശാലും പോകുന്നത്, ജീവന് സുരക്ഷിതത്വം ഇല്ല. അങ്ങനെ പറഞ്ഞ ഒരു രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിനിധിയാണ് കാശ്മീരിൽ വന്ന് നിൽക്കുന്നത്. അപ്പൊ അവിടെ വിജയിക്കുന്നതാരാ? അവിടെ നമ്മളാ വിജയിച്ചിരിക്കുന്നത്. അതെ, നമ്മളവിടെ അവിടെ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും അവിടെ പുലരുന്നു. ഇപ്പൊ തന്നെ സെർജിയോ ഗോർ പറഞ്ഞത് ഈ ട്രാവൽ അഡ്വൈസറി മാറ്റുന്ന കാര്യത്തിൽ ഞങ്ങൾ പരിശോധന നടത്തും ഉടനെ തന്നെ. അമേരിക്കൻ ടൂറിസ്റ്റുകൾ അടക്കം കാശ്മീരിലേക്ക് വരും. അപ്പൊ പിന്നെന്താ പ്രശ്നം? അപ്പൊ പാകിസ്ഥാൻ ഇവിടെ സമ്പൂർണ്ണ പരാജയപ്പെട്ടു. പാകിസ്ഥാന്റെ സകലമാന അവകാശവാദങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു ഒരവസ്ഥയിലാണ് വന്നേക്കുന്നത്. അല്ല, അതുകൊണ്ട് ആ ഒരു ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടാണോ ഇതിനു മുമ്പ് ഈ ടൂറിസ്റ്റുകളെ വെടിവെച്ച സംഭവമൊക്കെ ഇപ്പൊ അവിടെ ഉണ്ടായത്? അല്ല, ഈ ടൂറിസ്റ്റുകളെ വെടിവെച്ച സംഭവം എന്തിനു വേണ്ടിയിട്ടാ? അതിന്റെ ഈ ഒരു ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ കാശ്മീരിനെ കുറിച്ച് പഴയ ഒരു ചിത്രമാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. പഴയ പോലെ നിരന്തര ഹർത്താലുകൾ, കല്ലേറുകൾ, സൈന്യത്തിന് നേരെ ചീത്ത വിളിക്കുന്ന, സൈന്യത്തെ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന ഒരു കാശ്മീറാണ് പാകിസ്ഥാൻ ആഗ്രഹിച്ചത്. അപ്പൊ അതല്ല എന്ന് തെളിയിക്കപ്പെട്ടത് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ല. പഴയ പോലെ ഭീകരാക്രമണങ്ങൾ നിരന്തരമായി നടക്കുന്ന ഒരു സ്ഥലമായിട്ട് കാശ്മീരിനെ മാറ്റണം. അതിന്റെ ആസൂത്രണമാണ് പഹൽഗാം ഭീകരാക്രമണം. പഹൽഗാമിൽ നടന്നത്. ഏതായാലും ഈ പറയുന്ന സാധനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പാക് അധീന കാശ്മീർ ഏറ്റവും ആദ്യമായിട്ട് എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം. അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ രൂപീകരണ സമയത്ത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധി ബ്രിട്ടീഷുകാരോട് പോകുന്നതിന് മുമ്പ് അവര് ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു.
രണ്ട് രാജ്യങ്ങളായിട്ട് നിങ്ങളെ വേർപിരിക്കാം അതെ. മതത്തിന്റെ അടിസ്ഥാനത്തിൽ. അതെ. ഇപ്പൊ മുസ്ലിം ചിന്താഗതികളുള്ള എല്ലാവരും കൂടി ഒരു രാജ്യം, ഹിന്ദു ഭൂരിപക്ഷം എല്ലാം കൂടി മറ്റൊരു രാജ്യം എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് ഒന്നെങ്കിൽ ഇതിൽ രണ്ടിലും ചേരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കാം അതെ ഓരോ നാട്ടുരാജ്യങ്ങൾക്കും. ഇതായിരുന്നു ബ്രിട്ടീഷുകാർ പറഞ്ഞത്. അപ്പൊ ഈ അന്ന് ഈ ജമ്മു കാശ്മീർ അടക്കമുള്ള കാശ്മീർ അല്ലെങ്കിൽ പാക് അധീന കാശ്മീർ അടക്കം ആ വിശാല പ്രദേശം ഒരു ഹിന്ദു ഭരണാധികാരിയാണ് ഭരിച്ചിരുന്നത്. ഹരിസിംഗ് എന്ന് പറയുന്ന ഹിന്ദു ഭരണാധികാരി. അവിടെയും മുസ്ലിങ്ങളുണ്ട്. അപ്പൊ അന്ന് മുതല് ഇന്നത്തെ പാകിസ്ഥാന്റെ ആൾക്കാർ ഈ കാശ്മീർ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. കാര്യം അവിടെ മുസ്ലിങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം. ഏതായാലും അവിടുത്തെ രാജാവ് തീരുമാനിച്ചത് ഞങ്ങൾ സ്വതന്ത്രമായി നിൽക്കണം എന്ന് കരുതി. പക്ഷേ ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി മുജാഹിദീനുകൾ എന്ന് പറയുന്ന തീവ്രവാദികൾ അല്ലെങ്കിൽ ഗിരിവർഗക്കാർ എന്തു വേണേ പറഞ്ഞോ, അവര് ഈ കാശ്മീർ കീഴടക്കാനായിട്ട് വന്നു. അപ്പൊ അവര് മുജാഹിദീനുകൾ എന്ന് പറയുന്നെങ്കിലും അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ സൈനികർ തന്നെയാണ്. അവര് കടന്നു കയറുന്നു. അപ്പൊ ഈ പറയുന്ന രാജാവ് ഹരിസിംഗ് നെഹ്റുവുമായി ബന്ധപ്പെടുന്നു. എനിക്ക് അബദ്ധം പറ്റി, എൻ്റെ കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തീരുമാനിക്കുന്നു. എന്റെ രാജ്യത്തിന്റെ സംരക്ഷണം നിങ്ങൾ ഏറ്റെടുക്കണം, അതായത് പ്രതിരോധം നിങ്ങൾ ഏറ്റെടുക്കണം, വിദേശകാര്യം നിങ്ങൾ ഏറ്റെടുക്കണം, ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ അത് നിങ്ങൾ ഏറ്റെടുക്കണം. ഇപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മുടെ രാജ്യത്തെ നാട്ടുരാജ്യങ്ങൾ എങ്ങനെയാണോ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത് അതേ കരാർ പ്രകാരം തന്നെയാണ് കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന പാക് അധീന കാശ്മീർ അടക്കം ഇന്ത്യയുടേതാണ്. കാര്യം അവര് ഈ കരാർ പ്രകാരം ഒപ്പുവെച്ചു. പക്ഷെ നിർഭാഗ്യവശാല് കുറച്ച് സമയം വൈകിപ്പോയി. ഈ ഹരിസിംഗ് കുറച്ചുകൂടി നേരത്തെ ഇത് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ പാക് അധീന കാശ്മീർ അങ്ങനെ ആകില്ല. അവിടെ ഇന്ത്യൻ സൈന്യം പ്രതിരോധം ഒരുക്കിയനെ. പക്ഷെ അത് സാധിച്ചില്ല. അവർ ഈ കാശ്മീർ മൊത്തത്തിൽ അങ്ങ് പിടിച്ചടക്കാൻ വരുന്ന ആ സമയത്താണ് ഇന്ത്യൻ സേന ചെന്നത് ആ നീക്കം തടയുകയും ഇന്നത്തെ ജമ്മു കാശ്മീരിനെ ആ അവസ്ഥയിൽ നിർത്തുകയും ചെയ്തേക്കുന്നത്. പക്ഷേ അന്നു മുതൽ കാശ്മീരിന് പ്രത്യേക ഭരണഘടനാ അവകാശങ്ങൾ കൊടുത്തു. കാരണം ഇത് അവിടുത്തെ ഭൂപ്രകൃതി വേറെയാണ്, അവിടുത്തെ മത അല്ലെങ്കിൽ അവിടുത്തെ പൊതുസ്ഥിതി വേറെയാണ്. പോരാത്തതിന് ഇങ്ങനെ ഒരു സവിശേഷമായാണ് അവര് ഇന്ത്യൻ യൂണിയനിൽ അംഗമായത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രത്യേക അതായത് ആർട്ടിക്കിൾ ഭരണഘടനയുടെ 370 പ്രകാരം നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളുണ്ടല്ലോ, അതായത് നമുക്ക് കൈമാറിയ പ്രതിരോധം, വിദേശകാര്യം, കമ്മ്യൂണിക്കേഷൻ, ഇതിലൊഴിച്ചെല്ലാം നിങ്ങൾക്ക് സ്വയംഭരണ അധികാരം തരാം. ഇതാണ് അവർക്കുള്ള സവിശേഷ അധികാരം. ഏതായാലും 2019 ആ പറയുന്ന പരിപാടി എടുത്തു കളഞ്ഞു. കാരണം അന്ന് ഈ പറയുന്ന ജമ്മുവും കാശ്മീരും അടക്കം ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന അവിടെയും ബാധകമാണ്. അങ്ങനെ ഒറ്റ ഭരണഘടന എന്ന രീതിയിൽ ഒറ്റ രാജ്യം ഒറ്റ ഭരണഘടന എന്ന സാധനം കൊണ്ടു. അതിനുശേഷം ആ നാട് അടിമുടി മാറി. അപ്പൊ അന്നു മുതല് അതിനെതിരെ വലിയ സമരവും പ്രശ്നമൊക്കെ അന്ന് അതിനെതിരെ പ്രതികരിച്ചവർക്ക് ഇപ്പം ഉണ്ടായിട്ടില്ല. കാര്യം ആ നാട് എന്നിങ്ങനെ മാറി എന്നുള്ളത് ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇത് പാകിസ്ഥാൻ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം പഴയ അവസ്ഥയിൽ നിന്നിരുന്നെങ്കിൽ അവർക്ക് പ്രയോജനം ഉണ്ടാവും. ഈ രീതിയിൽ ഈ കണ്ട എല്ലാ മോശം പ്രവൃത്തിയും കാണിക്കാൻ ഈ പറയുന്ന രീതിയിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഏതായാലും ഈ പാക് അധീന കാശ്മീർ അടക്കം അതൊരു തർക്ക പ്രദേശമാണ്. അല്ലെങ്കിൽ അവിടെ പാകിസ്ഥാന്റെ അവകാശവാദത്തെ നിരാകരിക്കുന്ന പല രാജ്യങ്ങളും ഉണ്ട്. അതിൽ ഒന്ന് അമേരിക്ക തന്നെയാണ്. കാര്യം അവരിപ്പോൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റൊരു രാജ്യം റഷ്യയാണ്. ഫ്രാൻസ്, ഇസ്രയേൽ, UAE, സൗദി, സെർബിയ, ഇത്രയും രാജ്യങ്ങളാണ് അതിനെ അംഗീകരിക്കുന്നത്. ഒരു രസകരമായ സംഗതി പറയട്ടെ, ഈ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ചങ്ങാതിയാണല്ലോ ചൈന. ചൈന പോലും ഈ പാക് അധീന കാശ്മീരിനെ പാകിസ്ഥാന്റെ ടെറിട്ടറി ആയിട്ട് അംഗീകരിക്കുന്നില്ല. മനസ്സിലായി? അവര് പോലും ഇന്ത്യയുടെ ആ കാര്യത്തിൽ, അതായത് പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, ആ ഒരു സേയെ അംഗീകരിക്കുന്ന കൂട്ടരാണ് ചൈന. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി. ഈ പാക് അധീന കാശ്മീരിൽ ഈ ചൈനയുടെ സാമ്പത്തിക ഇടനാഴി പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവർ നടത്തി. അപ്പൊ അതില് ഇന്ത്യക്ക് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും അവരും അതിനെ സമ്പൂർണമായി പാകിസ്ഥാന്റെ ആണ് എന്ന തരത്തിൽ അവരും അംഗീകരിക്കുന്നില്ല. അല്ല, അവര് പോട്ടെ, പാകിസ്ഥാന്റെ ഭരണഘടനയിൽ പോലും അത് ആസാദ് കാശ്മീർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ആസാദ് കാശ്മീർ, സ്വതന്ത്ര കാശ്മീർ. അപ്പൊ പിന്നെന്താ പ്രശ്നം? അപ്പൊ ഈ പറയുന്ന രാജ്യം ഏതായാലും ഈ പാക് അധീന കാശ്മീർ അടക്കം ഇന്ത്യൻ ടെറിട്ടറിയുടെ ഭാഗമാകും, ഇന്നല്ലെങ്കിൽ നാളെ ആകും എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോ അതിൽ ഇന്ത്യ നിലപാട് പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ സൈനികമായത് പിടിച്ചെടുക്കുന്നില്ല,
അവിടുത്തെ ജനങ്ങൾ സ്വയം നിർണയിക്കട്ടെ. അതെ. അല്ല, ഈ ഏറ്റവും രസകരമായ ഒരു സംഗതിയുണ്ട്. ഈ പാകിസ്ഥാൻ പറയുന്നത് എന്താ, അവിടെ മറ്റേ എന്താണ് ഹിതപരിശോധന നടത്തണം. ഹിതപരിശോധന നടത്തി അവിടുത്തെ ജനങ്ങള് ഇന്ത്യക്കൊപ്പം നിൽക്കണോ പാകിസ്ഥാനോടൊപ്പം നിൽക്കണോ എന്ന് തീരുമാനിക്കണം എന്ന് ഒരു കാലത്ത് പറഞ്ഞിരുന്നവരാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ ഇപ്പോൾ അതിനുള്ള ധൈര്യം ഉണ്ടോ? ഇല്ല. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ കൂടുതലും ഇന്ത്യയിലോട്ട് വരാനേ. അല്ലെ, പാക് അധീന കാശ്മീരിലുള്ളവർ ഇപ്പൊ എന്താ പറയുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യയിലോട്ട് വരണം. കാരണം ഇവിടുത്തെ സമ്പൽ സമൃദ്ധിയും സമാധാനവും അവർ വല്ലാണ്ട് ആകർഷിക്കപ്പെടുന്നുണ്ട്. അല്ല, ഇപ്പം നമ്മൾ വേണമെങ്കിൽ അവിടെ ഹിതപരിശോധന നടത്താം, വേണം പാക് അധീന കാശ്മീരിൽ. അങ്ങനെ നടത്തിയാൽ പാകിസ്ഥാൻ നാശകോടെ നാണം കെട്ട് നാറിപ്പോവും. അപ്പൊ അതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. അതാണ്. ഏതായാലും ഇന്ത്യ ഇക്കാര്യത്തിലൊരു നിലപാടെടുത്തിട്ടുണ്ട്. പാക് അധീന കാശ്മീർ അടക്കം ഇന്ത്യൻ ടെറിട്ടറി ഭാഗമാകും ഇന്നല്ലെങ്കിൽ നാളെ. ചിലപ്പോ അല്ല, അങ്ങനെ പറയുമ്പോ ഒരാശങ്കയും കൂടി നമ്മൾ പറയണമല്ലോ. കാരണം ഈ പാക് അധീന കാശ്മീരില് തട്ടുകട തുറന്നു വെച്ചേക്കുന്ന പോലെ ഭീകരവാദ കേന്ദ്രങ്ങളുണ്ട്. അവരുടെ ഉള്ളിൽ ആ ഭീകരവാദം അവിടെ തന്നെ ഉണ്ടാകും. അപ്പൊ പാക് അധീന കാശ്മീർ നമ്മുടെ ഭാഗമാകുമ്പോൾ അവരും ഇന്ത്യൻ ടെറിട്ടറിയുടെ ഭാഗമാകും. ആ ഒരു ആശങ്ക കൂടി ഉണ്ട് കേട്ടോ. ഏതായാലും സെർജിയോ ഗോർ നടത്തിയ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയാണ് പ്രസ്താവന നടത്തിയത്. ഇന്ത്യയുടെ നിലപാടുകൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. പാകിസ്ഥാന് ഈ ട്രംപിന് കൊണ്ടുപോയി മറ്റേ പെട്ടി നിറയെ സാധനം കൊടുത്ത ആ പൈസ നഷ്ടമായി.